നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നു. 5 ജില്ലകളാണ് ഇന്ന് മഴ സാധ്യത പ്രവചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായും മഴ പെയ്യുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. വയനാട്ടിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി പരിശോധിക്കാം. ഒപ്പം രാജ്യത്ത് പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ശക്തമായ മഴയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ നടക്കുന്നു. അപകടം വയനാട്ടിലേതുപോലെ അത്ര ഭീകരമല്ല എങ്കിൽ പോലും പലയിടത്തും 10-ലധികം ആളുകളുടെ ജീവനെടുത്ത സംഭവങ്ങളും ഉണ്ടാകുന്നു. മഴ മുന്നറിയിപ്പിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. വയനാട് ജില്ലയിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്നും പരക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പായിരുന്നു രാവിലെ ലഭിച്ചത്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിൽ പോലും ജാഗ്രത തുടരേണ്ടതുണ്ട്. മുന്നറിയിപ്പ് ഒരുപക്ഷേ മാറിവരാം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസവും ഇവിടെ പ്രത്യക്ഷപ്പെടാം. അതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നു. മൺസൂൺ പാത്തിയും സജീവമായി തന്നെയുണ്ട്. അതേസമയം ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനം, അതിനെ തുടർന്ന് മിന്നൽ പ്രളയം സംഭവിച്ചു. അതിൽ മരണപ്പെട്ടവരുടെ എണ്ണം 11 ഉയർന്നിരിക്കുകയാണ്. ഷിംല, മണ്ഡി, കുളു എന്നീ ജില്ലകളിലായി 50ഓളം പേരെയാണ് ഇപ്പോഴും കാണാമറയത്തുള്ളത്. അവരെ കണ്ടെടുക്കാനുള്ള, രക്ഷപ്പെടുത്താനുള്ള ദൗത്യങ്ങൾ നടക്കുകയാണ്. ഈ മേഖലയിൽ കരസേനയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ 3 ദിവസം കൂടി ഇങ്ങനെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേദാർനാഥ് ഡാമിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മേഖലയിൽ കുടുങ്ങിയ തീർത്ഥാടകരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കരസേന നടത്തിവരുന്നത്. ദുരന്തത്തിൽ ആകെ 15 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തോടൊപ്പം തന്നെ ട്രസ്റ്റിലെ ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനം നടത്തുന്നുണ്ട്. കൂടാതെ ജമ്മുകശ്മീരിലെ ഗന്ദർബാദിലും മേഘവിസ്ഫോടനം സംഭവിച്ചു. ശ്രീനഗർ ലേ ദേശീയപാത അടച്ചിട്ടിരിക്കുകയാണ്. 90ഓളം റോഡുകൾ അടച്ചിടേണ്ട സാഹചര്യം വന്നുവെന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.